ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിനൊപ്പം തുള്ളുന്നതാണ് സൂംബ. സ്കൂളിൽ നടപ്പാക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള രീതിയിൽ TK അഷ്റഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇന്ന് രാവിലെ വരുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഏത് നൂറ്റാണ്ടാണെന്നുള്ളത്. സൂംബ ഡാൻസിനെതിരെ മുസ്ലിം സംഘടനകൾ എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു പോസ്റ്റിൻ്റെ ഒരു പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം. അതിനു മുമ്പ് മീഡിയ ഒക്കെ കൊടുത്തിരിക്കുന്നതിന് സൂംബയ്ക്കെതിരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അല്പവസ്ത്രം ധരിച്ചുള്ള തുള്ളൽ എന്ന് TK അഷ്റഫ്, ആൺ പെൺ കൂടിച്ചേരൽ സ്കൂളുകളിൽ വേണ്ടെന്നും മുജാഹിദ് സംഘടന. നമ്മൾ ആലോചിക്കുക, 2025 നിൽക്കാൻ നേരത്ത് കുറേ ആൾക്കാരടിക്കുന്ന ഡയലോഗാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ലഹരിയുമായി ബന്ധപ്പെട്ടൊരു ബോധവൽക്കരണത്തിൻ്റെ പേരിൽ സ്കൂളുകളിൽ സൂംബ ഡാൻസ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഇടും, അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഡാൻസ് ചെയ്യും. ഇതാണ് അധ്യാപകർ കാണിച്ചിട്ടും കുട്ടികൾ ഡാൻസ് ചെയ്യും. ഞാൻ പല വിഷ്വൽസും കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവർ എൻജോയ് ചെയ്യാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇവർ ഡാൻസ് ചെയ്യും, പിന്നെ പഠിക്കാൻ പോകും. ഒരു ദിവസം ഹാപ്പി ആയിട്ട് പിള്ളേരായിരിക്കും. ഇത് രസമല്ലേ, ഡാൻസൊക്കെ ചെയ്യാൻ എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവായൊരു കാര്യം. അപ്പം ഇങ്ങനെ കാര്യം വന്നപ്പോഴത്തേന് TK അഷ്റഫിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങിനാണ് വിട്ടു നിൽക്കുന്നു, ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ്, വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും 2025 നിൽക്കുന്ന മനുഷ്യരോടൊപ്പം എത്താറാവുമ്പോൾ നമുക്ക് പറയാം. എന്തായാലും ലഹരിക്കെതിരെ നിർബന്ധമായി സ്കൂളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിൽ നിന്നും ഒരു അധ്യാപകൻ കൊള്ളാം, ഏത് അധ്യാപകനാണോ എന്താ പഠിപ്പിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരവസ്ഥ എന്ന നിലയ്ക്ക് ഞാൻ വിട്ടു നിൽക്കുന്നു. എൻ്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല. ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്ത് നടപടി ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ? കേരളമല്ലേ, ഒരു നടപടിയും ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പോകുന്നില്ല. ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ്. ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല. ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്. അതുതന്നെ പ്രാകൃതനാണ്. എന്തായാലും ഈ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞ പുള്ളി എനിക്ക് തോന്നുന്നു വല്ല യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലോ കയറി അടിച്ചു നോക്കിയപ്പോൾ കണ്ട വീഡിയോ വേറെ ഇല്ലായിരിക്കാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും അല്പവസ്ത്രമെന്നോ മ്യൂസിക്കെന്നോ ഒക്കെ പുള്ളിക്കാരെടുത്ത് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഇവിടെ ഒരു കോമഡി എന്ന് വെച്ചാൽ 2025 ഇവിടെ കുറേ ആൾക്കാരിരുന്ന് അല്പവസ്ത്രം, ആൺ പെൺ, ഇടകലർന്നിരുന്ന് വ്യായാമം ചെയ്യരുത്, ഇടകലർന്നിരുന്ന് സൂംബ ഡാൻസ് കളിക്കരുത്, ഇവർ പരസ്പരം തൊടരുത്, ഈ മ്യൂസിക് നമുക്ക് കേൾക്കരുത്. ഇതെന്തോടെ അഫ്ഗാനിസ്ഥാൻ പല്ലോ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ 2025 ജീവിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ചില ആൾക്കാർ 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലൊക്കെ എത്തുന്നേ ഉള്ളൂ. ഒരു ഓട്ട പിടിച്ച് പോരെ. ഇത് എവിടെയാണ് നിൽക്കുന്നത്? ആണും പെണ്ണും ഇടകലർന്ന് നിൽക്കരുത്, നോക്കരുത്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ സർക്കാരിൻ്റെ ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്ത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കംഫർട്ടബിൾ ആയിട്ടൊരു രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് സ്കൂളിൽ വരാം. നല്ല കാര്യമായിരുന്നു. അവർക്ക് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് മതി. പക്ഷേ കുറേ അപ്പാപ്പന്മാർ സ്കൂളിൽ പോയിട്ടുള്ള ടീമാണോ എന്ന് എനിക്ക് സംശയമാണ്. ഈ സ്കൂളിൻ്റെ വരാന്തയൊക്കെ കിടന്ന് വേളം വെക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ഇതൊന്നും ഇടാൻ പാടില്ല, ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേളം വെക്കുന്നുണ്ട്. എന്തോന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിലെ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നിട്ടുണ്ട്. അപ്പോഴും ഇവിടെ കുറേ ടീം വന്നിട്ട് നടക്കത്തില്ല. സ്കൂളിൻ്റെ സമയം മാറ്റാൻ പറ്റത്തില്ല. അവസാനം എന്തു പറ്റി? സംസ്ഥാന സർക്കാർ മുട്ടങ്ങ് മടക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. നടപടി എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് സർക്കാരിനോട്. എന്ത് നടപടി എടുക്കാൻ? സർക്കാരും ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല. ഇവർ സൂംബ ചിലപ്പോൾ നിർത്തലാക്കും. ഞാൻ നോക്കുന്ന നേരത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഈ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിൽ കിടക്കുന്ന ടീമൊക്കെ പാട്ട് കേട്ട ബഹളം, ഡാൻസ് കളിച്ചാൽ കുഴപ്പം. ആണും പെട്ടും അടുത്തൊന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ സൂംബ ഡാൻസ് കാണാൻ നേരത്ത് കുട്ടികൾ കുഞ്ഞു കുട്ടികളൊക്കെ അവിടെ സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ കാണിച്ചു കൊടുക്കുന്നു, കുട്ടികൾ എണിക്കുന്നു, കുട്ടികൾ ഓക്കെയാണ്, അവർ ഹാപ്പിയാണ്. അവർക്കൊന്ന് റിലാക്സ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചിട്ട് അവർ പഠിക്കാൻ കയറുക. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് കുട്ടികൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇവർ നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർ നോക്കാൻ നേരത്ത് ആണും പെണ്ണും നിൽക്കുന്നു. മറ്റേ 3 വാക്ക് വരും, എസ് വെച്ച് തുടങ്ങുന്നത്. അത് തന്നെ 2 എന്ന് പറയുന്നത് കുട്ടികൾ യൂണിഫോമിലാണ് നിൽക്കുന്നത്. ഡാൻസ് കളിക്കാൻ നേരത്ത് ചിലപ്പം ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറുമായിരിക്കും. അപ്പോഴത്തേനും എന്ത് പറ്റി? ഇത് ശരിയാകത്തില്ല. ഇവർ ഒന്നെങ്കിൽ ബിക്കിനി അല്ലെന്നുണ്ടെങ്കിൽ വേറെ, ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇവർ വരത്തില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ ബിക്കിനി വേണോ ഇതാണ് ചോദ്യം. നമ്മൾ ഈ വസ്ത്രത്തെ പറ്റി ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ കുറേ ടീം വന്നിട്ട് എന്നാൽ ബിക്കിനി ആയാൽ മതി. ഇത് വിട്ടൊരു കളിയിൽ സോഷ്യൽ മീഡിയയിലോട്ട് കയറുമ്പോൾ തന്നെ ഏതെല്ലാം തരത്തിലുള്ള വിഷ്വൽസ് വരും, ഏതെല്ലാം തരത്തിലുള്ള ഫോട്ടോസ് വരും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂംബയൊന്നും അല്ലല്ലോ, അതിനപ്പുറം ഇതിനകത്ത് കാണും. ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതിയിടുന്നത്. അതുപോലെ തന്നെ
ഈ ബിക്കിനി ഈ ഡ്രസ്സിനെ പറ്റി പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ താരതമ്യമുണ്ട്. പൊതിഞ്ഞ മുട്ടായി, പൊതിയാത്ത മുട്ടായി, പൊതിയാത്ത മുട്ടായിൽ ഉറുമ്പരിക്കും. അങ്ങനെ കുറേ ടീമുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് താഴെ വീഴും. പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പി. ഇത് ഏതൊക്കെ ലോകത്ത് ഏതൊക്കെ തരം മനുഷ്യരാണെന്നുള്ള ഞാനായിരിക്കുന്നത്. ഇനിയിപ്പോൾ കുട്ടികൾ സൂംബ ഡാൻസ് കളിക്കും, ഇനി അതും മുടക്കാനായിട്ട് കുറേ ടീം ഇറങ്ങിയിരിക്കും. ഇവിടെ സാധാരണ പക്ഷേ കുട്ടികൾ സൂംബ ഡാൻസ് കളിക്കാൻ നേരത്തെ ഹാപ്പി ആയിട്ട് നോക്കാൻ നേരത്തെ മറ്റേ ടീം അവരുടെ ഡ്രസ്സ് ഇടകലർന്നിരിക്കുക, അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ്സിൻ്റെ അളവെടുക്കുക, അതുപോലെ തന്നെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിരി വരിക. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് സത്യത്തിൽ എന്താണെന്ന് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇങ്ങനെ മാത്രമല്ല. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലിംഗവിവേചനം അങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ആണും പെണ്ണും ഇടകലർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അത് ഭീകരമായ വേറെ എന്തോ മാനസികാവസ്ഥയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇവരുടെ കൈകൾ തട്ടുന്നു, ശരീരം തട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന ടീമുണ്ട് ഡാൻസ് കളിക്കാൻ നേരത്ത്. തട്ടിയാൽ എന്താ ഉണ്ടാവോ? ഇല്ലല്ലോ. ഇത് ഏതൊക്കെ ഏതൊക്കെ യുഗമാണെന്നുള്ളത്. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുക. സത്യം പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുന്നത്.